ഞങ്ങൾക്ക് ആ പണം പുല്ലാണെന്ന് പറയാൻ കേൾപ്പുള്ള ആരുണ്ട് കോൺഗ്രസിൽ? ഒരാളും ഉണ്ടാകില്ല. എന്നാൽ നാം പറയുന്നു, ഈ ഭൂലോകത്തിലെ എല്ലാ പണവും ചേർത്ത് വെച്ചുകൊണ്ട് വിളിച്ചാൽ, എന്നിട്ട് NDAക്ക് വേണ്ടി, BJPക്ക് വേണ്ടി, മോദിക്ക് വേണ്ടി കൈവക്കാൻ പറഞ്ഞാൽ പോടാ പുല്ല എന്ന് പറയാൻ വേണ്ടിയാണ് LDF മത്സരിക്കുന്നത്. എല്ലാ LDF സ്ഥാനാർത്ഥികളും 20 പേരും ഇവിടെ മത്സരിക്കുന്നത് അങ്ങനെ പറയാൻ വേണ്ടിയാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് ജയിപ്പിക്കണം? അവർ ജയിച്ചാൽ എന്താണ് ഗ്യാരണ്ടി എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു മറുപടി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അതായത് മോദിയുടെ ഗ്യാരണ്ടി പോലെയല്ല CPIഎമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി ഇവിടെ നിന്ന് ജയിപ്പിച്ചാൽ അവിടെ പാർലമെന്റിൽ പോയി കൃത്യമായ ശബ്ദം ഉയർത്താൻ CPIക്കും ഇടതുപക്ഷത്തിനും ഒക്കെ തന്നെ കഴിയും. അതാണ് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കുന്ന ഗ്യാരണ്ടി എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറയുന്നത്. ഒപ്പം കോൺഗ്രസ് കാണിക്കുന്ന ഇരട്ടത്താപ്പ് നയത്തെ കൂടി അദ്ദേഹം പൊളിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനോയ് വിശ്വം നടത്തിയ ഒരു കലക്കൻ പ്രസംഗമുണ്ട്. അത് കേൾക്കാം. ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും വേറെ പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ. അതൊരു സാങ്കല്പികമായ സ്ഥിതിയാണ്. നമുക്കെല്ലാം സങ്കല്പിക്കാം. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു തൂക്ക് പാർലമെൻറ്റ് വന്നു എന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ, അതാണ് തൂക്ക് പാർലമെൻറ്റ്. അങ്ങനെ ഒരു പാർലമെൻറ്റ് വന്നാൽ കീഴ്വഴക്കപ്രകാരം രാഷ്ട്രപതി ഏറ്റവും വലിയ സിംഗിൾ ബിഗസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന വിഭാഗത്തെ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ആദ്യം വിളിക്കണം. നമുക്ക് വീണ്ടും സങ്കല്പിക്കാം, അങ്ങനെ ഏറ്റവും വലിയ ഒരു സിംഗിൾ ഫോർമേഷനായി BJP നയിക്കുന്ന NDA മാറി എന്നും ഇരിക്കട്ടെ. അങ്ങനെ വന്നാൽ എന്തു സംഭവിക്കും? എല്ലാവർക്കും ഉറപ്പാണ്, ആ രാത്രിയിൽ അദാനിമാർ രംഗത്തിറങ്ങും. ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് പണം കൊടുത്ത് MP-മാരെ കാളച്ചന്തയിലെ കാടയ്ക്ക് വില പറയും പോലെ വില വാങ്ങിക്കൊടുക്കാനും വിലയ്ക്ക് വിൽക്കാനും വാങ്ങാനും വേണ്ടി അവർ രംഗത്തിറങ്ങും. ആ സമ്മർദ്ദം, ആ പ്രലോഭനം വന്നാൽ അതിനെ അതിജീവിക്കാൻ കേൾപ്പുള്ള എത്ര പേരുണ്ട് കോൺഗ്രസിൽ? ആരുമാകട്ടെ, ആ പ്രലോഭനത്തെ മറികടക്കാൻ ഞങ്ങൾക്ക് ആ പണം പുല്ലാണെന്ന് പറയാൻ കേൾപ്പുള്ള ആരുണ്ട് കോൺഗ്രസിൽ? ഒരാളും ഉണ്ടാകില്ല. എന്നാൽ നാം പറയുന്നു, ഈ ഭൂലോകത്തിലെ എല്ലാ പണവും ചേർത്ത് വെച്ചുകൊണ്ട് വിളിച്ചാൽ, എന്നിട്ട് NDAക്ക് വേണ്ടി, BJPക്ക് വേണ്ടി, മോദിക്ക് വേണ്ടി കൈവക്കാൻ പറഞ്ഞാൽ പോടാ പുല്ല എന്ന് പറയാൻ വേണ്ടിയാണ് LDF മത്സരിക്കുന്നത്. എല്ലാ LDF സ്ഥാനാർത്ഥികളും 20 പേരും ഇവിടെ മത്സരിക്കുന്നത് അങ്ങനെ പറയാൻ വേണ്ടിയാണ്. എല്ലാ പ്രലോഭനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ നാടിൻ്റെ പ്രാണനായ യഥാർത്ഥമായ പ്രാണപ്രതിഷ്ഠ അതാണ്. മതേതരത്വം, ജനാധിപത്യം, പൗരാവകാശം, ഭരണഘടനാ പ്രമാണങ്ങൾ, അതാണ് ഇന്ത്യയുടെ പ്രാണൻ. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി നിൽക്കുന്നവരായിരിക്കും LDFന്റെ 20 MP-മാരുമെന്ന് നമുക്കുറപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടിക്ക് വേണ്ടിയാണ് നാം വോട്ട് ചോദിക്കുന്നത്. ആ ഗ്യാരണ്ടി ഉണ്ടോ അപ്പുറത്താർക്കെങ്കിലും? ആർക്കുമില്ല. ഒന്നും കൂടി ഞാൻ സങ്കല്പിക്കാൻ പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ തൂക്ക് പാർലമെൻറ്റ് വന്നിരിക്കുന്നു. ഒറ്റക്കക്ഷിയായി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒറ്റക്കക്ഷിയായി വരുന്നു NDA. ഓരോ MP-ക്കും അപ്പോൾ വിലയേറും. ആ രാത്രിയിൽ അദാനി മാത്രമല്ല രംഗത്തിറങ്ങുക, ED രംഗത്തിറങ്ങും, IT രംഗത്തിറങ്ങും, CBI രംഗത്തിറങ്ങും. അവരെല്ലാം രംഗത്ത് വരും ആ രാത്രിയിൽ. ആ രാത്രി അവർ വന്നിട്ട് ഓരോ MP-യുടെയും വീടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടി വിളിക്കും. എന്നിട്ട് പറയും, സാറിൻ്റെ 2013 റിട്ടേൺസിൽ ചില പിഴവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാർ നാളെ രാവിലെ 10 മണിക്ക് ഒന്ന് ED ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ മുട്ടുകൂട്ടി കിടക്കാത്ത എത്ര പേരുണ്ട് കോൺഗ്രസിൽ? എത്ര പേരുണ്ട്?
അങ്ങനെ പറയണ്ട, അത് മുഴുവൻ പറയണ്ട. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈടിയുടെ കൽപ്പന പ്രകാരം പോയി BJPക്ക് ഇവിടെ കൈവെക്കുന്നതല്ല എല്ലാ കോൺഗ്രസ്സുകാരും. ഞാൻ വെറുതെ പറയുകയല്ല. ഇന്നലത്തെ കോൺഗ്രസ് ഇന്ന് BJP ആണെന്ന് പറയുമായിരുന്നു പണ്ട്. ഇപ്പം അത് പറഞ്ഞാൽ പോലും ഇന്ന് രാവിലത്തെ കോൺഗ്രസ് ഉച്ചയ്ക്ക് BJP ആണ്. അത്രമാത്രം കോൺഗ്രസും BJP ഒന്നായിരിക്കുകയാണ്. അത്ഭുതമാണത്. മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്, ആ പാർട്ടിക്ക് ഗോഡ്സെയുടെ പാർട്ടി ഞൊടിച്ചു വിളിച്ചാൽ ചാഞ്ചാട്ടമാണ്. അവർ വിളിച്ചു, അയോധ്യയിലേക്ക് വിളിച്ചു. ബാബറി പള്ളിയുടെ ശ്മശാന ഭൂമികൾ കെട്ടിപ്പൊക്കിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചു. ആ RSS ട്രസ്റ്റ് എല്ലാവരെയും വിളിച്ചു. CPIയെ വിളിച്ചു, CPMനെ വിളിച്ചു, NCPയെ വിളിച്ചു, RJDയെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. നമ്മളെല്ലാവരും പറഞ്ഞു, ഞങ്ങളില്ല, ആ ക്ഷണം ഞങ്ങൾ നിരസിക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയോ, ആ പാർട്ടി ഒരാഴ്ചക്കാലം ചാഞ്ചാടി. പോകണമോ വേണ്ടയോ, വേണോ ഈ ചോദ്യവുമായി ചാഞ്ചാടിക്കളിച്ചു മഹാത്മാഗാന്ധിയുടെ പാർട്ടി. ഈ മാറ്റമാണ് കോൺഗ്രസിലെ മാറ്റം. നമുക്ക് പറയാം, നമ്മുടെ മത്സരം അതുകൊണ്ടാണ്. സംശയമില്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം മതേതരത്വമാണെങ്കിൽ, ജനാധിപത്യമാണെങ്കിൽ അവയ്ക്ക് വേണ്ടി കൈവക്കാൻ വേണ്ടിയാണ് LDFൻ്റെ 20 MPമാർ പോകാൻ പോകുന്നത്. അല്ലാതെ അവിടെ വെച്ച് BJPയിലേക്ക് കൂടുമാറാൻ വേണ്ടിയല്ല എന്നാണ് നാം പ്രഖ്യാപിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ ആ ചങ്കുറപ്പിയുടെ സ്ഥാനാർത്ഥിയാണ്. ഈ സ്ഥാനാർത്ഥിക്ക് പണമില്ല, പത്രാസില്ല, പ്രമാണത്വമില്ല, പറയാൻ വലിയ പുരമഹിമയില്ല. കണ്ണൂരിലെ ഒരു പാവപ്പെട്ട അച്ഛൻ്റെ മകൻ, ഒരു പാവം അമ്മയുടെ മകൻ, മകനെ പോറ്റാൻ വേണ്ടി പാടുപെട്ട ഒരമ്മ, മകൻ വരുവോളം കഞ്ഞി വെച്ച് കാത്തിരുന്ന അമ്മ. ആ മകൻ വന്നപ്പോഴെല്ലാം മോനെ നല്ലതേ ചെയ്യാവൂ, വഴിമാറിപ്പോകരുത് എന്ന് മാത്രം പറഞ്ഞ കമ്മ്യൂണിസ്റ്റായ ആ അമ്മ. AK ഗോപാലൻ്റെ സഖാവ് AKജിക്ക് മാല ചാർത്തിക്കുവാൻ വേണ്ടി കൊച്ചുമകനെയും കൂട്ടിക്കൊണ്ട് പോയ ആ അമ്മ, ആ അമ്മയുടെ മകനാണ് രവികേട്ടൻ. ആ മകനറിയാം തൻ്റെ വർഗഭേദാണെന്നറിയാം, ആ മകനറിയാം തൻ്റെ ജനങ്ങളതാണെന്നറിയാം, ആ മകനറിയാം തൻ്റെ പാതികതാണെന്നറിയാം, ആ മകനറിയാം ആർക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഈ മകനറിയാം. ഈ മകൻ ഒരമ്മയുടെ മകനല്ല, ഈ മകൻ എല്ലാ അമ്മമാരുടെയും മകനാണ്. ഈ രവികേട്ടൻ ഒരാളിൻ്റെ മാത്രം രവികേട്ടനല്ല, ഈ രവികേട്ടൻ എല്ലാവരുടെയും സഹോദരനാണ്. ഈ രവികേട്ടൻ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്നും നിന്ന രവികേട്ടനാണ്. MP ആകട്ടെ ആകാതിരിക്കട്ടെ, സഖാവ് പന്ന്യൻ രവീന്ദ്രൻ എന്നും നിന്നത് നമ്മുടെ കൂടെയാണെന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ എന്നും നെഞ്ചേറ്റിയ, കണ്ടിലെ കൃഷ്ണമണിയപ്പുറം സ്നേഹിച്ച പന്ന്യൻ രവീന്ദ്രൻ ഇതാ ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വന്നിരിക്കുന്നു. നാം പറയുന്നു, രവിയേട്ട, ഞങ്ങൾ നിങ്ങളെ ഇതാ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ MP-ആയി പറഞ്ഞയക്കും. അതിനുവേണ്ടി എല്ലാ രാവും എല്ലാ പകലും ഞങ്ങളെല്ലാം രവിയേട്ടൻ്റെ കൂടെ നിൽക്കുമെന്ന് മാത്രം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം കൂടിയത്. ആ പ്രവർത്തനത്തിൽ LDFൻ്റെ ഭടന്മാരായ നമ്മളെല്ലാവരും നമ്മുടെ പങ്ക് നിറവേറ്റുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. സഖാക്കളെ, മുന്നോട്ട്!